ഇവിടെ ഒരു വീട് കൂടി മീൻസ് പാലുകാച്ചിന് അവിടെ മുത്തപ്പ തെയ്യമുണ്ട്. അങ്ങനെ മുത്തപ്പ തെയ്യനെ കണ്ട് പാലുകാച്ചൊക്കെ വിളിക്കാത്ത പാലുകാച്ചാണെങ്കിൽ മുത്തപ്പനുള്ളിടത്തോളം കാലം നമുക്ക് പോകാന്നാണ് ഇവിടെ ഉള്ളവര് പറയുന്നത്. അങ്ങനെ പോവാണ്. അപ്പോ പാലുകാച്ചിന്റെ വിശേഷങ്ങളും മുത്തപ്പനെ കാണുന്ന വിശേഷങ്ങളും ആയിട്ടൊക്കെ ഞാൻ നിങ്ങളെ കൂടെ വരികയാണ്. ഓക്കെ, നമ്മളെല്ലാരും കൂടി വരും. ഇത് കാസർഗോഡത്തെ ഡോൺ ആയ ശശീന്ദ്രന്റെ മകൻ സനുവായി. ഈ ദജ്ജാലാണ് ഞങ്ങളെ കൊണ്ട് പോണത്. അവനാണ് പറഞ്ഞത് ഇത് വിളിക്കാത്തതാണെങ്കിലും മുത്തപ്പനുണ്ടെങ്കിൽ പോകാം അല്ലേ, മുത്തപ്പനുണ്ടെങ്കിൽ പോകാം. പിന്നെ ചെല്ലുമ്പോ എന്തായാലും കഴിക്കാതെ വരുന്ന മോശമല്ല, അതുകൊണ്ട് ഇത്തിരി ചെറുങ്ങനെ കഴിക്കുവായാ. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. കുറച്ച് ആൾക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങും, ഇപ്പൊ ഇറങ്ങും, പെട്ടെന്ന് ഇറങ്ങും, സമയം എത്രയായി. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. ഇടി തിരക്ക് ഭയങ്കര തിരക്ക്. ഇവിടെ വിച്ചുമനം കാണാൻ ക്യൂ ആണ്. ആ ക്യൂവിലാണ് ഞാൻ. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ബാക്കിയുള്ളത്. ഇപ്പൊ തന്നെ അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്ന ക്യൂ, വലിയ ക്യൂ ഇല്ലെങ്കിൽ കൂടി ഇപ്പൊ അരമണിക്കൂർ ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ട് നീങ്ങുന്നില്ല. ഫേമസ് ഒരു പള്ളിക്കറി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് കൂടി ഉണ്ടായിരുന്നു, അതിന് പോയി വയറ് ഫുള്ളാണ്. ഒരു ശകലം പോലും ഗ്യാപ്പ് എനിക്കില്ല. പക്ഷെ എന്നാലും ഇത് ഇവിടെ ഈ കട അത് കഴിക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നു. ഇത് ഭയങ്കര ഫേമസ് എന്നാണ് ഇവർ പറയുന്നത്. എനിക്കിതൊന്നും അറിഞ്ഞൂടാ, പക്ഷെ വന്നവർക്കറിയാം. അവരെന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നു. ഞാൻ അങ്ങനെ ഇനി അകത്തോട്ട് കയറുകയാണ്. ഇനി എന്താണ് ബാക്കി വിശേഷം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇതുവഴി വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ എല്ലാം അറിയും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വള്ളിക്കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിട്ട് വരാം. വാ, ഓർഡർ കൊടുത്തിട്ടുണ്ട്, വരട്ടെ, ബാക്കി വന്നിട്ട്. ഇവിടത്തെ ഒരു കാര്യം, ഇവിടെ കടയിൽ പോലും രാത്രി പോയിട്ട് നെയ്ച്ചോറ്
നെയ്ച്ചോറ് മസ്റ്റാണ്. എല്ലാവരും നെയ്ച്ചോറ് വാങ്ങി കഴിക്കണം. ഞങ്ങളവിടെ കുറവ് ഞാൻ കണ്ടിട്ടില്ല നെയ്ച്ചോറ് ഇങ്ങനെ വാങ്ങി കഴിക്കണത്. നെയ്ച്ചോറ്, നെയ്പ്പത്തല്, പൊറോട്ട, ബീഫ് എളുപ്പം പറഞ്ഞേക്കണത്. വരട്ടെ. അങ്ങനെ പള്ളിക്കറി കഴിച്ചു. എല്ലാരും റിവ്യൂ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഞാൻ ഹൈപ്പ് തന്നില്ല എന്ന്. ഇത് നാളെ ഇനി എന്റെ പൊങ്കാലയുടെ മരുന്ന് ഞാൻ കഴിച്ച് എന്റെ നാവിന്റെ ടേസ്റ്റാണ് ഞാൻ പറയണത്. ഒരു വ്യത്യസ്തമായ ഒരു മസാല ആയിട്ട് തോന്നി. ഇതിന്റെ ഒരു കുടുംബത്തിൽ പിറന്നോണം ഒരു ടേസ്റ്റ് ഞങ്ങളവിടെ ഉണ്ട്. ഒരു മാമാസ് കട, മാമന്റെ തട്ടുകട, മാമന്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ ഇതുപോലെയാണ് ബീഫിന് ടേസ്റ്റ് വരുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ്, ഇത് ഡ്രൈ ടൈപ്പ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സംഗതി കൊള്ളാം. ഭയങ്കര ഞാൻ അതിന് അഡിക്റ്റ് ആയില്ല ഭയങ്കരമായിട്ട്. എനിക്ക് അതങ്ങോട്ട് അങ്ങനെയല്ല. ഓക്കെ, വേറൊരു ടേസ്റ്റ്, മസാലയ്ക്ക് വേറെ ടേസ്റ്റ് കൊള്ളാം. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പള്ളിക്കറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ എന്താണ് തള്ളി മറിച്ചെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഞാൻ അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതായിരുന്നു ഇവർ പറഞ്ഞ പള്ളിക്കറി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, കൊള്ളാൻ കഴിച്ച്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് വ്യത്യാസമായിട്ടൊരു മസാല വേറൊരു ടൈപ്പ്, വേറൊരു സ്റ്റൈലാണ് തോന്നിയത്. പിന്നെ ഞാൻ കഴിച്ച് വളർന്നതിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കഴിച്ച് വന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസം അതേ ഉണ്ടായിരിക്കുള്ളൂ.